ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. പ്രിയരെ, രാമായണ പാരായണം അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. പാരായണത്തിൻ്റെ ഫലശ്രുതിയാണ് ഇനി നാം അറിയേണ്ടത്. അതായത് രാമായണത്തിൻ്റെ ഫലശ്രുതി. അതും സമയബന്ധിതമായിട്ട് നാം ഈ ഗ്രന്ഥം വായിച്ചു. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു ഫലം, അതായത് ഫലോച്ഛയോടെയാണല്ലോ നാം ഓരോ കർമ്മവും ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഫലമുണ്ടായത്, ഉണ്ടാകാനിരിക്കുന്നത്? ഇതും പരിചിന്ത ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ഗ്രന്ഥം നമ്മുടെ സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലായ വേദാന്തങ്ങൾ, അവയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തത്വങ്ങളെ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിത്തന്ന ആദികവിയായ വാൽമീകി മഹാമുനി പിന്നെയും അതിനെ ലളിതമാക്കി മലയാളത്തിൽ ചൊല്ലിത്തന്ന തുഞ്ചത്താചാര്യൻ. എന്നിട്ടും അറിയാനൊക്കാതിരുന്ന തത്വങ്ങൾ, എന്നിട്ടും അധ്യാത്മശാസ്ത്രം എന്ന ശംഖിനകത്ത്, കട്ടിയുള്ള തോടിനകത്ത് ഒളിച്ചിരുന്ന തത്വങ്ങളെ നമുക്കറിയിച്ചു തന്ന ഗുരുപരമ്പരയ്ക്ക് നമസ്കാരം. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമസന്ദിഗ്ധമിജ്ജന്മം കൊണ്ടേ. ഇത് അധ്യയനം ചെയ്യുന്ന മർത്യന് ഈ ജന്മത്തിൽ തന്നെ മുക്തി സിദ്ധിക്കുമത്രേ. എന്നാൽ ഇത് വെറുതെ വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതിൽ ആവിഷ്കരിച്ചിട്ടുള്ള തത്വങ്ങൾ അതുകളെ അറിഞ്ഞ്, അതായത് ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ കേട്ട് പിന്നെ അവയെ വിചാരം ചെയ്തുറപ്പിച്ച് ഈ ഗൂഢതത്വങ്ങൾ, അതായത് ദേവി പാർവതി ഉമാദേവി ഭഗവാനോട് അപേക്ഷിക്കുന്നത് ഈ ശാസ്ത്രം അത്യന്തം രഹസ്യമായതാണ്, എങ്കിലും ഭക്തിവിശ്വാസ ശുശ്രൂഷാദികളാൽ ഗുരുവിനെ പ്രസാദിപ്പിക്കുന്ന ഭക്തർക്ക് ഉപദേശിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാരുണ്യം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ ഈ ശ്രീരാമതത്വം എനിക്ക് ഉപദേശിച്ചു തരേണം. തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികൾ ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമഫലങ്ങൾ എന്നിവയെല്ലാം എനിക്ക് പറഞ്ഞു തരണമേ ഭഗവാനെ എന്നാണ് അപേക്ഷ. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമം അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കർമ്മങ്ങൾ, അത് നേരാവണ്ണം ചെയ്യുന്നതിനാവശ്യമായ തത്വോപദേശങ്ങൾ, ഇതെല്ലാം ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആദ്യം തന്നെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഭക്തനെ സാധകനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ഇനിയോ ശ്രീരാമചന്ദ്രനെ മാത്രമല്ല, സീതാമാതാവിനെയും ഹൃദയകമലത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആഞ്ജനേയൻ മാരുതി, ആ മാരുതിയുടെ ഭക്തി എങ്ങനെയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. നിന്നിലും എന്നിലും ഉണ്ട് അഭേദം, ഏത് നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായൊരു ഭക്തി പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലും ഒരു നേരവും ആശയുമില്ല. ഇവൻ നിർമ്മലനാണ്, കളങ്കമില്ലാത്തവനാണ്. ആത്മജ്ഞാനം നേടുന്നതിന് ഇവൻ അർഹനാണ്. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. അതായത് ഭക്തൻ്റെ മനസ്സ് ഭഗവാനിൽ സമർപ്പിതമായിരിക്കണം, മനസ്സ് സംശുദ്ധമായിരിക്കണം. ഇവിടെ ശ്രീരാമചന്ദ്രൻ നരദിവ്യാകൃതി പൂണ്ട ദൈവം, പരമാത്മസ്വരൂപം. ആ സ്വരൂപത്തിൻ്റെ പ്രതിബിംബം ആണ് ജീവാത്മാവായി നാം ഇവിടെ കാണുന്നതെല്ലാം. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം
പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കപിവരാം. ഓരോരോ ജലാശയേ കേവലം മഹാകാശം. നേരെ നീ കൺമീലയോ കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. അതായത് ഗുരുവിൻ്റെ ഉപദേശത്തിലൂടെ തത്വമസ്യാദി ലക്ഷ്യം ചിന്തനം ചെയ്ത് അങ്ങനെയുള്ള ഭക്തൻ മദ്ഭാവം പ്രാപിക്കും. അതായത് രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഇനിയും നമുക്ക് ഈ ഇതിഹാസം പ്രതീകവൽക്കരിക്കുന്ന തത്വങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. ബ്രഹ്മവിദ്യാം തസ്യാം രമതേ ഇതി ഭാരതഃ. അതായത് ബ്രഹ്മവിദ്യയിൽ രമിക്കുന്ന നാടാണ് ഭാരതം. ഭാരതത്തിൻ്റെ ആദ്യത്തെ ജ്ഞാന പരമ്പരയാണ് വേദങ്ങൾ. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ശ്രുതി അഥവാ വേദാന്തം. വേദാന്തത്തിൽ അഥവാ ഉപനിഷത്തിൽ വളരെ ഹ്രസ്വമായ പദങ്ങളിൽ വളരെ വിശാലമായ ഗഹനമായ ഗൂഢമായ അർത്ഥതലം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആ ഗഹനമായ തത്വങ്ങൾ സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ പ്രയാസമെന്ന് കണ്ട് അവർക്കും ബോധ്യമാകുന്നതിന് വേണ്ടി അതുകളെ കഥാരൂപേണ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. അതുകൊണ്ട് തന്നെ പുരാണ ഇതിഹാസങ്ങൾ സെക്കൻഡറി നോളജായിട്ടാണ് അറിയപ്പെടുന്നത്. വേദവ്യാസ മഹർഷി ഉൾപ്പെടെയുള്ള ഋഷീശ്വരന്മാർ ശ്രീ മഹാഭാഗവതം, മഹാഭാരതം, ഭഗവത്ഗീത, പുരാണങ്ങൾ, ബ്രഹ്മസൂത്രം ആദിയായവ ഇതൊക്കെ ശ്രോത്ര പരമ്പരയായി, അതായത് കർണ പരമ്പരയായി ശിഷ്യന്മാരിലൂടെ ലോകത്തിന് നൽകിയപ്പോൾ വാൽമീകി മഹർഷിയാണ് രാമായണം എന്ന ഇതിഹാസം ചമച്ചത്. ആധ്യാത്മിക തത്വങ്ങളെ ഉൾക്കൊള്ളിച്ച് ചമച്ചിട്ടുള്ള ഇതിഹാസങ്ങൾ സ്മൃതികളാണ്. അപ്പോൾ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇവയൊക്കെ വായിച്ച് തത്വങ്ങളെ വായനക്കാരൻ ഗ്രഹിക്കണം. അന്തർലീനമായിരിക്കുന്ന ശ്രുതിപ്രോക്തമായിരിക്കുന്ന തത്വങ്ങൾ ഗ്രഹിക്കാൻ ഗുരുവിൻ്റെ സഹായം കൂടിയേ തീരൂ. അഥവാ ഗുരുമുഖത്ത് നിന്ന് തന്നെ വേണം ഇതൊക്കെ പഠിക്കാൻ. രാമായണം, അത് പ്രകാശം അഥവാ ചൈതന്യമാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ അയനം, അതായത് പ്രകാശരൂപേണ നിലനിൽക്കുന്നത്, വർത്തിക്കുന്നത്, സഞ്ചരിക്കുന്നത് അത് ആത്മാവാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ അത് നാമാണ്. അപ്പോൾ നാം എന്താണ് എന്നാണ് രാമായണം വെളിപ്പെടുത്തുന്നത്. കേനോപനിഷത്ത് മന്ത്രിക്കുന്നത് ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് തദേവ ബ്രഹ്മത്വം വിദ്ധി. ശ്രോത്രത്തിന് ശ്രോത്രമായിരിക്കുന്നത്, മനസ്സിന് മനസ്സായിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ബ്രഹ്മം എന്ന് നീ അറിയുക. അതായത് കണ്ണിന് കണ്ണായിരിക്കുക എന്ന് പറയുമ്പോൾ കണ്ണിന് കാഴ്ച കാണുവാനുള്ള ആ ഒരു കഴിവ് നൽകുന്നത്, മനസ്സിന് ചിന്തിക്കുവാനുള്ള സാമർഥ്യം നൽകുന്നത് എന്താണോ അത് ബ്രഹ്മമാണ് എന്ന് നീ അറിഞ്ഞാലും. അപ്പോൾ ഇവിടെ എൻ്റെ മഹിമ, അതായത് പ്രകാശസ്വരൂപമായിരിക്കുന്ന ആ തത്വത്തിൻ്റെ, ആത്മാവിൻ്റെ മഹിമയാണ് രാമായണം. ആരാണ് രാമായണം ചമച്ചത്? മഹർഷിയായ വാൽമീകി. ഒരിക്കൽ തന്നെ സന്ദർശിച്ച ദേവർഷിയായ നാരദനോട് വാൽമീകി മുനി ചോദിച്ചു, അല്ലയോ ദേവർഷേ, ധർമ്മത്തെ, സത്യത്തെ മാത്രം സമാശ്രയിച്ച് വർത്തിച്ച ഒരു പുരുഷൻ്റെ കഥ എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞതാണ് രാമകഥ, അയോധ്യയിലെ രാമൻ്റെ കഥ. അതായത് ഈ ശരീരമുണ്ടാകുന്നതിന് മുൻപിലും നാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ശരീരമുണ്ടാകുന്നതിന് മുൻപിലും രാമൻ ജനിക്കുന്നതിന് മുൻപിലും ധർമ്മപുരുഷനായ ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നു. ഇനിയും വാൽമീകി സ്നാനത്തിനായി നദീതീരത്തെത്തിയപ്പോൾ ക്രൗഞ്ചമിഥുനങ്ങളുടെ ദുഃഖം കണ്ട് മാനിഷാദ, അതായത് അരുതേ കാട്ടാള,
അവിടെ മഹർഷിക്ക് ആ ദുഃഖത്തിൽ മഹർഷിക്ക് ദുഃഖമുണ്ടായി, ശോകമുണ്ടായി. ആ ശോകത്തിലൂടെയാണ് ശ്ലോകങ്ങൾ ഉണ്ടായത്. അതും 24,000 ശ്ലോകങ്ങൾ. ഗ്രീസിലെ ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് ഇലിയഡും ഹോമറും. ഇത് രണ്ടിലും കൂടെ 2000-ഓളം ശ്ലോകങ്ങളേ ഉള്ളൂ. അവിടെയാണ് ഭാരതീയ പൈതൃകങ്ങളുടെ ശ്രേഷ്ഠതയും മഹിമയും എത്രയാണ് എന്ന് നാം ചിന്തിച്ചറിയേണ്ടത്. ശ്രീരാമചന്ദ്രന് ജ്ഞാനോപദേശം നൽകുന്നത് കുലഗുരുവായ വസിഷ്ഠനാണ്. വസിഷ്ഠ മഹർഷി ഉപദേശിച്ചത് യോഗമാണ്, ജ്ഞാനമാണ്. അത് യോഗവാസിഷ്ഠം. അപ്പോൾ ഇവിടെ അയോധ്യാധിപതിയായ ദശരഥന് ഉണ്ടായ 4 കുമാരന്മാർ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ മേൽനോട്ടത്തിൽ ബ്രഹ്മചര്യകാലം, അതായത് വിദ്യാഭ്യാസകാലം പിന്നിട്ടു. ശ്യാമള നിറം പൂണ്ട ലോകങ്ങളെ രമിപ്പിക്കുന്നവനായ രാമദേവൻ താതനും അമ്മമാർക്കും അയോധ്യാവാസികൾക്കും പ്രീതി നൽകിക്കൊണ്ട് വളർന്നു വന്നു. വിഷ്ണു അവതാരമായ ശ്രീരാമൻ ലക്ഷ്മി ദേവിക്ക് ഭർത്താവായ മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവിന് അയോധ്യയിൽ ഉണ്ടായതിനാൽ പുൽത്താർ മാനിനി താനും കളിച്ചു വിളങ്ങിനാൾ. അതായത് അയോധ്യ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യദേവതയുടെ ഇരിപ്പിടമായി. സകല ചരാചരങ്ങൾക്കും ഗുരുവായി വിളങ്ങിയിടുന്ന ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാന് ഗുരുവാകാൻ സാധിച്ചതിലുള്ള സന്തോഷം വസിഷ്ഠ മഹാമുനിക്ക്. ധർമ്മശാസ്ത്രേതി പുരാണങ്ങൾ, ധനുർവേദങ്ങൾ, അതായത് ഒരു രാജ്യഭരണ നിപുണത, അത് അങ്ങനെ ഇതെല്ലാം പഠിപ്പിച്ച് ശ്രേഷ്ഠനായ രാജാവാകുന്നതിന് വേണ്ട എല്ലാ വിദ്യകളും അഭ്യസിച്ച് കുമാരന്മാർ പരമാനന്ദമായി അയോധ്യയിൽ വാഴുന്ന കാലം. അപ്പോൾ ഇവിടെ രാജാവാകേണ്ടവൻ സർവവിദ്യകളും അറിഞ്ഞിരിക്കണം. രാജയോഗവും ജ്ഞാനയോഗവും പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി എത്തുന്നത്. തൻ്റെ യാഗരക്ഷ ചെയ്യുന്നതിന് ശ്രീരാമചന്ദ്രനെ ക്ഷണിച്ചുകൊണ്ട് പോകാനാണ് വന്നത്. വിശ്വാമിത്രൻ രാജർഷിയാണ്. അതായത് രാജ്യഭരണം നടത്തിയിരുന്ന രാജാവായ ചക്രവർത്തിയായിരുന്ന വിശ്വാമിത്രനാണ് സകല രാജകീയ ഭോഗങ്ങളും ഉപേക്ഷിച്ച് തപസ് ചെയ്ത് ബ്രഹ്മർഷിയായത്. അപ്പോൾ വസിഷ്ഠൻ ദശരഥനോട് പറഞ്ഞു, ദശരഥന് ബുദ്ധിമുട്ടുണ്ട് കുമാരന്മാരെ വനത്തിലേക്ക് അയക്കാനായിട്ട്. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, കുലഗുരു പറഞ്ഞു, എന്നിൽ നിന്ന് പഠിച്ച യോഗങ്ങളെ കൂടാതെ വിശ്വാമിത്രനിൽ നിന്ന് കർമ്മയോഗവും ഭക്തിയോഗവും പഠിക്കാൻ കൈവന്ന അവസരമാണിത്. രാജ്യം ഭരിക്കണമെങ്കിൽ രാജധർമ്മം അറിയണം. അങ്ങനെ ഗുരുപദേശപ്രകാരമാണ് രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോകുന്നത്. രാജധർമ്മം എന്നത് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. രാജധർമ്മം എന്നത് പ്രജകളെ ഭരിക്കലല്ല, പ്രജകളെ സംരക്ഷിക്കലാണ്. അതാണ് മഹാത്മജി പറഞ്ഞത് രാമരാജ്യം വരണം എന്ന്. അപ്പോൾ രാമൻ ജനിച്ചത് എവിടെയാണ്? അയോധ്യയിലാണ്. അയോധ്യ എന്നാൽ അയോധ്യ, യുദ്ധമില്ലാത്തിടം എന്നാണ്. അതായത് ഈ പേര്, ഈ നാമം, ആ നാടിൻ്റെ നാമം അത് തന്നെ പ്രതീകാത്മകമാണ്, സിംബോളിക്കാണ്. അയോധ്യയിൽ ദശരഥനും കൗസല്യാദേവിയും ആണ് മാതാപിതാക്കൾ. നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടത് യുദ്ധമില്ലാത്ത സ്ഥലം. നമ്മൾ അയോധ്യയായി മാറണം. നമ്മുടെ അന്തരംഗം എപ്പോഴും യുദ്ധഭൂമിയാണ്, എപ്പോഴും സംഘർഷഭരിതമായ അന്തരംഗം. അത് നാം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലേ ഇല്ല. ശാന്തി, സമാധാനം ഒക്കെയാണ് നാം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ രാമൻ, ആത്മാരാമൻ തന്നെ ആകണം. അയോധ്യയുടെ അധിപതി ആരാണ്? ദശരഥനാണ്. ദശരഥൻ എന്ന ആ നാമത്തിന്, അതിന് വരുന്ന അതിൻ്റെ അർത്ഥം പരിചിന്ത ചെയ്താൽ ഒരേ സമയം 10 രഥങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് ദശരഥൻ. അതായത് നമ്മളിലെ 10 രഥങ്ങൾ, 10 വശങ്ങളിലേക്കും നിരന്തരം സഞ്ചരിക്കുന്നുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ദശരഥം. ഇത് നമ്മിൽ തന്നെയാണ്. അവയെ നിഗ്രഹിച്ചവൻ, നിയന്ത്രണത്തിനുള്ള കടിഞ്ഞാൺ സ്വന്തം കൈകളിൽ തന്നെ സൂക്ഷിക്കുന്നവൻ, അതാണ് ദശരഥൻ. കൗസല്യ എന്ന സ്ത്രീ, അവിടെ കുശലത, ബുദ്ധി, പ്രബുദ്ധത ഒക്കെയുള്ള ആ അമ്മയ്ക്കും
ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ചിരിക്കുന്ന ആ അച്ഛനും, ദശരഥൻ എന്ന അച്ഛനും ജനിച്ച പുത്രനാണ് രാമൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് പ്രശോഭിതമാകണമെങ്കിൽ ആ ആത്മാവിനെ നമ്മൾ വിചാരം ചെയ്യണം. അതായത് പ്രണവ വിചാരം ചെയ്യണം, ആത്മവിചാരം ചെയ്യണം, ബൗദ്ധികമായ വിചാരം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവരിൽ, പ്രബുദ്ധരായവരിൽ ആത്മാരാമൻ പ്രകാശിതമാവും. അതാണ് തത്വം. അയോധ്യയുടെ നേരെ വിപരീതമാണ് ലങ്ക. അവിടം ഭരിക്കുന്നത് രാവണൻ, രാക്ഷസ ചക്രവർത്തി, ദശമുഖൻ. 10 ഇന്ദ്രിയങ്ങളും ബഹിർമുഖമാണ്. അവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. 10 ദിക്കിലേക്കും ചിന്തകൾ പായുന്നു കടിഞ്ഞാണില്ലാതെ. ബഹിർമുഖമായി കർമ്മം ചെയ്യുന്നവനാണ് രാവണൻ. ബഹുമുഖമായ പ്രതിഭയുള്ളവൻ തന്നെയാണ്, പ്രതിഭാധനനാണ്. കാമമുള്ളവനായിരുന്ന് കർമ്മം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ ലങ്കാരാജ്യം ഐശ്വര്യപൂർണമായിരുന്നു, സ്വർണമയമായിരുന്നു, സുഭിക്ഷമായിരുന്നു. ഐശ്വര്യത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. എന്നാൽ യദാത്മവിദ്യാസങ്കോചസ്തദാ വിദ്യാഭയങ്കരം. എവിടെ ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുന്നുവോ, അതായത് ആത്മവിദ്യ കുറഞ്ഞു കുറഞ്ഞു വരുന്നുവോ, ഇല്ലാതാവുന്നുവോ, അവിടെ അവിദ്യ ഭയങ്കരമായിരിക്കും. അപ്പോൾ നമുക്കറിയാം, യുദ്ധം നടന്നത് എവിടെയാണ്? ലങ്കയിൽ. രാമരാവണ യുദ്ധം. രാമനാണ് രാവണനെ അവിടെ യുദ്ധം നടക്കുന്നത്. പക്ഷെ അയോധ്യയിൽ യുദ്ധം നടന്നില്ല. യുദ്ധം നടന്നത് ലങ്കയിലാണ്. രാമൻ വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷാർത്ഥം വനത്തിലേക്ക് പോയി. ആ യാത്രയിൽ വിശിഷ്ടങ്ങളായ വിദ്യകളും ആയുധങ്ങളും ഒക്കെ രാമന് നൽകി മഹർഷി. രാജകൊട്ടാരത്തിൽ വളർന്ന കുമാരന്മാർ, രാമലക്ഷ്മണന്മാർ വനാന്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ വിശപ്പ്, ദാഹം ഒക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ ഒഴിവാക്കാൻ, ഇല്ലാതാക്കാൻ മന്ത്രങ്ങൾ, അതായത് ബലയും അതിബലയും, വനാന്തരത്തിലെ ജീവിതം മുൻകൂട്ടി പരിചയപ്പെടുത്തുകയാണ് മഹർഷി. ആ യാത്രയിൽ യാഗരക്ഷ മാത്രമല്ല, അവിടെ ആ വനത്തിൽ കണ്ട കാര്യങ്ങളും അസുരന്മാരെ പറ്റിയും, അതായത് പാദസ്പർശം കൊണ്ട് അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്തതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കുകയാണ്. 4 ദിവസം സന്തോഷമായിട്ടിരുന്ന് കഥകളും കാര്യങ്ങളും ഉപദേശങ്ങളും ഒക്കെ നടത്തിയെന്നാണ് വാൽമീകി മഹർഷി പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ യാത്രയിൽ യാഗരക്ഷ മാത്രമല്ല, സീതാപരിണയവും നടന്നു. ഭൂമിപുത്രിയായ സീത, അതും സിംബോളിക്കാണ്. സീത, അതായത് ഭൂമിപുത്രി എന്ന് പറയുമ്പം ഭൂമിയിൽ, കഥയിൽ പറയുന്നു ഭൂമി ഉഴുതപ്പം കിട്ടിയെന്ന് പറയുന്നു. സാധാരണ നമ്മളൊക്കെ എത്രയോ മണ്ണ് കളയ്ക്കുകയും പിടിക്കുകയോ ഉഴുവൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ആർക്കെങ്കിലും സീതയെ കിട്ടുന്നുണ്ടോ? ഇവിടെ അതാണ്, ഇതും സിംബോളിക്കാണ്. സീത അത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സ് പ്രകാശിക്കണമെങ്കിൽ എന്തിൻ്റെ സാന്നിധ്യം വേണം? ആത്മാവ് വേണം. ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തെ, ആത്മസൂര്യനുള്ളിടത്തെ മനസ്സ് പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ ആ ആത്മാവിനോട് മനസ്സ് ചേർന്നു. ഏത്? സീതാപരിണയത്തോടൊപ്പം ആരംഭിച്ചതാണ് പ്രശ്നങ്ങളും. വിവാഹം കഴിഞ്ഞ് സീതാരാമന്മാരുടെയും പരിവാരങ്ങളുടെയും അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ തന്നെ പ്രശ്നങ്ങളും ആരംഭിച്ചു. എപ്പോഴാണോ ആത്മാവ് മനസ്സിനോട്, അതായത് മായയോട് ചേരുന്നത്, അപ്പോൾ തന്നെ സംഘർഷങ്ങൾ ആരംഭിക്കുകയായി. മാർഗമധ്യേ ചാടി വീണത് ഭാർഗവരാമൻ. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അയോധ്യയിലെത്തി. അവിടെയും സംഘർഷങ്ങളുടെ ഘോഷയാത്രയാണ്. ദശരഥ മഹാരാജാവ് തീരുമാനിച്ച പട്ടാഭിഷേകം മുടങ്ങി. 14 വർഷം വനവാസം. ചക്രവർത്തിയായി വാഴേണ്ട ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകേണ്ടി വന്നു. രാമൻ വനത്തിന് പോയ അതേ സ്ഥിതിയാണ് നമ്മളുടേതും. അതായത് നാം എപ്പോൾ മനസ്സിനെ ആശ്രയിക്കുന്നുവോ അപ്പോൾ ഇരുളും ഹിംസ്രജന്തുക്കളും വൃക്ഷലതാദികളും നിറഞ്ഞ ഘോരവനം, അവിടെയാണ് എത്തിപ്പെടുന്നത്. രാമചന്ദ്രൻ വനത്തിലേക്ക് പോയപ്പോൾ സീതയും കൂടെ പോയി. രാമൻ എതിർത്തില്ല. കാരണം മനസ്സായ സീതയ്ക്ക് ആത്മാവായ രാമനെ പിരിഞ്ഞു നിൽക്കാനാവില്ല. ആത്മാവിനോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് യാതൊരു പരാതിയുമില്ലാതെ പരമാനന്ദമായി വനവാസകാലം കഴിഞ്ഞു പോയത്. ശ്രീരാമചന്ദ്രൻ്റെ കൂടെ വനത്തിലേക്ക് പോയത്
ആരാണ്? ലക്ഷ്മണൻ. ലക്ഷ്മണൻ ലക്ഷ്യബോധമുള്ളവനാണ്. ആത്മാവും മനസ്സുമാണ് വനത്തിലേക്ക് പോകുന്നത്. അതിന് കാവൽ നിന്നത് ലക്ഷ്യബോധമുള്ള ലക്ഷ്മണനാണ്. ഈ മനസ്സിൻ്റെ സ്വഭാവം എന്താണ്? അത് നമുക്കറിയാം. അത് ചഞ്ചലമായതാണ്. ചപലതയാണ് അതിൻ്റെ സ്വഭാവം. സങ്കല്പങ്ങളും വികല്പങ്ങളും നിറഞ്ഞതാണത്. അതുകൊണ്ട് തന്നെ മാർഗഭ്രംശം സ്വാഭാവികമായും സംഭവിക്കും. അവിടെയാണ് മാരീചൻ്റെ പ്രസക്തി. ആ സൗന്ദര്യത്തിൽ, മായപ്പൊന്മാനിൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച സീത, അതായത് മനസ്സ് എന്തു പറഞ്ഞു? മാനിനെ പിടിക്കണമെന്ന് ശ്രീരാമനോട് ആവശ്യപ്പെട്ടു. ശ്രീരാമചന്ദ്രൻ പോയി അമ്പേറ്റ് വീണ മാൻ, അതായത് മായപ്പൊന്മാൻ, രാമൻ്റെ സ്വരം, അതും ദീനസ്വരം പുറപ്പെടുവിച്ചു. രാമൻ്റെ ദീനസ്വരം കേട്ട മനസ്സ് ഭ്രമത്തിൽ അഴിഞ്ഞുപോയി. മാത്രമല്ല, മാർഗഭ്രംശം വന്ന മനസ്സ് അടങ്ങുകയില്ല, ഉപദേശം സ്വീകരിക്കുകയില്ല. രാമനെ രക്ഷിക്കുന്നതിന് ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. ലക്ഷ്മണൻ പറഞ്ഞു, ഇതെൻ്റെ സഹോദരൻ്റെ ശബ്ദമല്ല, സഹോദരനിൽ നിന്ന് ദീനസ്വരം വരില്ല. അതൊന്നും സീത കേട്ടില്ല. അതായത് മനസ്സ് അവിടെ അടങ്ങിയില്ല. ലക്ഷ്മണൻ പോയ സമയത്ത്, ആ സമയത്ത് അതെ, തേജസ്വിയായ ഒരു സന്യാസി രാമസ്തുതികളുമായിട്ടെത്തി. അപ്പോൾ ഭർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വരുന്ന ഒരു സന്യാസിയെ ആരായാലും ബഹുമാനിക്കും, അർഘ്യപാദ്യാദികൾ നൽകും. അപ്പോൾ ലക്ഷ്മണരേഖ ലംഘിച്ച സീതയെ, അതായത് മനസ്സിനെ, ഇന്ദ്രിയങ്ങളായ രാവണൻ കൊണ്ടുപോയി. മനസ്സെപ്പോഴും ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന കാഴ്ചകളിലാണല്ലോ ഭ്രമിച്ച് നടക്കുന്നത്. ഇന്ദ്രിയങ്ങളായ രാവണൻ കൊണ്ടുപോയി. തൻ്റെ വരുതിയിലാക്കാൻ രാവണൻ സകലവിധമായ പരിശ്രമവും നടത്തി നോക്കി, പല പ്രലോഭനങ്ങളും നൽകി. എന്നാൽ ആത്മാവിനെ വേറിട്ട മനസ്സ് ആത്മാവിനെ പ്രതീക്ഷിച്ചിരിപ്പായി. രാമനെ മാത്രം ഭജിച്ച് ഇരുന്നതുകൊണ്ട് ശോകമില്ലാതെ, ദുഃഖമില്ലാതെ ആണിരുന്നത്. സീതയെ രാവണൻ കൊണ്ടുപോയി താമസിപ്പിച്ചത് എവിടെയാണ്? അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ. അശോകം, അതായത് ശോകമില്ലാതെയാണ് സീതാദേവി മനസ്സ് അവിടെ കഴിഞ്ഞത്. മനസ്സിന് എപ്പോഴാണോ ആത്മാവിനെക്കുറിച്ച് മാത്രമുള്ള ചിന്തയുണ്ടാകുന്നത്, അപ്പോൾ ദുഃഖമില്ലാതാവും. കാരണം ആത്മവിചാരം ചെയ്യണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. മനസ്സാകുന്ന സീത പ്രകാശമേ സ്വരൂപമാകുന്ന ആത്മാവിലാണ്. ഈ സമയം രാമനും ദുഃഖിതനായി, അതേസമയം രാവണനും ദുഃഖിതനായി. രാവണൻ്റെ ദുഃഖം കണ്ട് മണ്ഡോദരി ദുഃഖകാരണം ആരാഞ്ഞു. രാവണൻ പറഞ്ഞു, സീതയെ എനിക്ക് വേണം. ഇത് കേട്ട് അത്ഭുതം കൂറിയ രാവണഭഗ്നി മണ്ഡോദരി ചോദിച്ചു, അങ്ങ് അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ ഉള്ളവനല്ലേ? അങ്ങയ്ക്ക് രാമരൂപം ധരിച്ച് സീതയുടെ അടുത്ത് എത്താമല്ലോ, സീതയെ പ്രാപിക്കാമല്ലോ. അപ്പോൾ രാവണൻ പറഞ്ഞു, അതെ, പക്ഷേ ഞാൻ രാമനായാൽ, അതായത് രാമൻ പറയുന്നത് ആത്മാവാണ്, ആത്മാവായാൽ അതോടുകൂടി എന്നിലെ കാമമില്ലാതാകും. പിന്നെ സീതയെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അപ്പോൾ ഇങ്ങനെ രാവണൻ തന്നെയാണ് സീതയെ അപഹരിച്ചതെന്ന് രാമൻ ലക്ഷ്മണന്മാരറിഞ്ഞു. രാവണനെ തോൽപ്പിക്കാൻ സൈന്യം വേണം. ഈ സമയത്താണ് ഹനുമാൻ മാരുതി എത്തുന്നത്. വാനരസേനയുടെ സഹായം ലഭിക്കും. അപ്പോൾ മനുഷ്യനെ, അതായത് കാമമുള്ളവനെ നേരിടാൻ ഈ ചപലതയുടെ അങ്ങേയറ്റമായ വാനരന്മാരോ, അതെങ്ങനെ സാധിക്കും? അതേസമയം വാനര രാജാവായിരിക്കുന്നത് ആരാണ്? അത് ബാലിയാണ്. ആരാണ് ബാലി? ഈ കുരങ്ങന്മാരെന്ന് പറയുന്നത്, വാനരന്മാരെന്ന് പറയുന്നത് നമ്മുടെ ചിത്തവൃത്തികളാണ്. ആ ചിത്തവൃത്തികൾ, അപ്പോൾ വാനരസേനയുടെ നായകനായ ബാലി ഈ ചിത്തവൃത്തികളെ നയിക്കുന്നത് ആരാണ്? കാമമാണ്. ആഗ്രഹങ്ങളില്ലെങ്കിൽ പിന്നെ ഇന്ദ്രിയങ്ങളും ചിത്തവൃത്തികളും ഇങ്ങനെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുമോ? ഇല്ല. അതാണ് ബാലി. അപ്പോൾ ആ ബാലിയെ, അതായത് ചിത്തവൃത്തികളുടെ നായകനെ നശിപ്പിച്ചേ പറ്റുള്ളൂ, നിഗ്രഹിച്ചേ പറ്റുള്ളൂ. ഈ കാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബാലിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്, ബാലിയുടെ മുമ്പിൽ ആര് ചെന്നാലും ശക്തി ഇരട്ടിയാകും, ചെല്ലുന്നവൻ്റെ ശക്തി ക്ഷയിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നിൽ നിന്ന് വധിച്ചത്. ബാലിവധത്തിന് ശേഷം നേതാവാക്കിയത് സുഗ്രീവനെയാണ്. സുഗ്രീവൻ, നല്ല ചിന്തകളുള്ളവൻ, ബുദ്ധിയുള്ളവൻ. അപ്പോൾ സുഗ്രീവമാകണം നമ്മൾ, നല്ല ചിന്തകളായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ രാമന്, ആത്മാവിന് കിട്ടിയ അനുചരൻ ആരാണ്? നല്ല ചിന്തകളാണ്.
ഇനി സീതാദേവിയെ അന്വേഷിച്ചു പോയി. എവിടെ? ലങ്കയിൽ. പോയത് ആരാണ്? ഹനുമാൻ. അങ്ങനെ ഒരാൾ, അപരിചിതനായ ഒരാൾ ചെന്നാൽ സീത അംഗീകരിക്കുമോ? ഇല്ല. അതിനായി ആത്മാവിൻ്റെ പ്രതീകമായി ഒരു ലക്ഷ്യം കൊടുത്തു വിട്ടു. കഥയിൽ പറയുമ്പോൾ അങ്കുലീയം കൊടുത്തു വിട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആ ലക്ഷ്യം കൊണ്ടുപോവുകയും തിരികെ വരികയും ചെയ്തു. ആ ആൾ പോവുകയും തിരികെ വരികയും ചെയ്തു. ആര്? വായുപുത്രൻ. ആത്മാവാകുന്ന രാമൻ തൻ്റെ അടയാളം മാരുതിവശം മനസ്സിന് കൊടുത്തു. മനസ്സിന് കൊടുത്ത സിമ്പൽ അത് മോതിരമല്ല, ഓങ്കാരമാണ്. ആത്മാവിൻ്റെ മന്ത്രം ഓങ്കാരമാണ്. അപ്പോൾ പ്രാണൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ സോഹം എന്ന നാദം, അനാഹതനാദം, അതാണ് മുഴങ്ങുന്നത്. മനസ്സാകുന്ന സീത ആത്മാവാകുന്ന രാമനെ പ്രാപിക്കാൻ ഓങ്കാര സാധന കൊണ്ട് കാമത്തെ നിഗ്രഹിക്കുന്നു. അതായത് ദശമുഖനെ നിഗ്രഹിച്ചു സീത. അത് മനസ്സാണ്. അതോടുകൂടി ആ കാമത്തെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സെന്ത് ചെയ്തു? മനസ്സ് ആത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ സീതയ്ക്ക് പ്രസക്തിയില്ല. അപ്പോൾ ഭൂമിപുത്രിയായ സീത എന്ന് പറയുന്നു. ഭൂമിയിൽ നിന്നുണ്ടായ സീത ആ ഭൂമിയിലേക്ക് തന്നെ തിരികെ പോയി, ഭൂമിയിൽ ലയിച്ചു. അവിടെ എന്താണ് ദുഃഖത്തിന് കാരണം? ഒന്നുമില്ല. എവിടെ നിന്ന് വന്നോ അങ്ങോട്ടേക്ക് തിരികെ പോയി. രാവണ നിഗ്രഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങാൻ സമയം കപിലമുനി പറഞ്ഞു, നീ അയോധ്യയിൽ രാജാവാകേണ്ടവനാണ്. പക്ഷേ രാജാവാകണമെങ്കിൽ ഭാര്യാസമേതനായിരിക്കണം. ഒറ്റയ്ക്കായ പോരാ, സീതയില്ലാതെ പോവാനാവില്ല. അതുകൊണ്ടാണ് മായാസീതയുമായിട്ട് അയോധ്യയിലേക്ക് പോയത്. പിന്നെ അധികകാലം രാജ്യം ഭരിച്ചില്ല. അവിടെയും മനസ്സ് ആത്മാവിൽ, അതായത് ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് പ്രസക്തിയുണ്ടോ? അതിനാൽ തന്നെ രാമൻ സരയൂ നദിയിലേക്ക് പോയി. ഇനിയും അധികം കാര്യങ്ങൾ, ഇനി ഇതിനകത്ത് തന്നെ എന്തെല്ലാം സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ഉപദേശങ്ങളാണുള്ളത്. ആ ലക്ഷ്മണോപദേശം, താരോപദേശം, താരയെ ഉപദേശിക്കുന്നത്, പിന്നെ ക്രിയാമാർഗോപദേശം, ഇതുപോലെ ഗർഭോപനിഷത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഥാസന്ദർഭങ്ങളിൽ, അതായത് ഒരു കഥയുണ്ടാക്കാനായിട്ട്, അതിപ്പോൾ ഒരു വൃക്ഷം ഉണ്ടാവണമെങ്കിൽ അതിന് തായ്വേര് വേണം, തടി വേണം, ശാഖോപശാഖകൾ വേണം, ഇലകൾ വേണം, പൂക്കളും കായ്കളും വേണം. ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നാലേ ആ ഒരു വൃക്ഷമാകുള്ളൂ. അതേപോലെ ഒരു കഥാതന്തുവിനെ നിലനിർത്തിക്കൊണ്ട് പോവാൻ അതിനകത്ത് ആവശ്യമായ അധിഷ്ഠാനങ്ങൾ, ഉപാധികൾ ചേർത്തിരിക്കുന്നതാണ് ഈ കഥയിലെ സന്ദർഭങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നുണ്ട്. ശ്രീരാമൻ മാനുഷനല്ല, രാമൻ ആത്മാവൻ, അവൻ ഏകൻ, അജൻ, അദ്വയൻ, അവ്യയൻ, അങ്ങനെ എല്ലാം പറഞ്ഞുള്ള ഉപദേശങ്ങൾ, തത്വങ്ങൾ ഇതിനിടയ്ക്ക് പലയിടത്തും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മൾ സാധാരണക്കാർ ഒരു നോവൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ നോവൽ കേൾക്കുന്നത് പോലെ സീതയും രാമനും നായിക നായകന്മാരും രാവണൻ എന്നൊരു വില്ലനും പിന്നെ കുറച്ച് കുരങ്ങന്മാരും കുറച്ച് രാക്ഷസന്മാരും, ഇങ്ങനെയൊക്കെ നമ്മൾ ആ കഥാതന്തുവിനെ കണ്ടാൽ ഇതിലൊന്നുമില്ല. നമുക്ക് രാമൻ ചെയ്ത് ധർമ്മപുരുഷനല്ല, രാമൻ ചെയ്തതെല്ലാം തെറ്റാണ്, ഗർഭിണിയായ സീതയെ കാട്ടിൽ വിടാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ ഇവിടെ ധർമ്മത്തിൻ്റെ സ്വരൂപം അതൊന്നുമല്ല, ആത്മസ്വരൂപം, ആ പ്രകാശം, ആ രാമൻ്റെ അയനം, പ്രകാശത്തിൻ്റെ അയനം, ആത്മാവിൻ്റെ അയനം, അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഗ്രന്ഥം നമ്മൾ വായിച്ചു തീർക്കുമ്പോൾ ഇത് സമയബന്ധിതമായി വായിച്ചു തീർത്ത് അത് കഴിഞ്ഞ് കർക്കിടകത്തിൽ തിരിച്ചടച്ചു വെക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമല്ല. അതായത് നമ്മൾ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ രാമതത്വമറിഞ്ഞ് ആത്മതത്വമറിഞ്ഞ് ആ ആത്മാവിൽ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മാവ് കൊണ്ട് ആത്മാവിനെ നിയന്ത്രിച്ച് അതിലേക്ക്, ആത്മാവിലേക്ക് പ്രവേശിക്കുക. അത് അവിടെയാണ് ഇതിൻ്റെ ഫലശ്രുതി. യഥാർത്ഥത്തിൽ അതാണ്. അപ്പോൾ ഇനി രാമായണത്തിൻ്റെ ഫലശ്രുതി എന്ന അവസാന ഭാഗം വായിക്കാം. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം.
മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കലും ചൊൽകലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടുമർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിലനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകുമാധികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണതാപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥകാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ. ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.